പോയ മഗ്‌രിബിಗೆ ಬೊಂಬಾಯಿಗೆ ಎತ್ತಿಯ ಸುಬಹಿ ನಿಸ್ಕಾರತೆಗೆ അവിടെ 2 ಗಂಟೆಗೆ ಏರ್ಪೋರ್ಟ್ ಬಂದಿಟ್ಟು 7 ಗಂಟೆಗೆ പിറகு ಬಜಪೆಗೆ ಬಂದಿಟ್ಟು 2-3 ಮಂಗಿലും അവോക്കലെല്ലാം തീർത്തിട്ട് ഊടകിപ്പ് എത്തിയിട്ട് ഔത്തുಗೆ എത്തിയില്ല. ನಾನು മുസാഫിറായിട്ടുള്ള അപ്പം എത്ര ക്ഷീണിക്കൊണ്ട് കൊണ്ടാവില്ല. അപ്പം ഏതായാലും ഇൻഷാ അല്ലാഹ് 1-2 കാര്യങ്ങൾ മാത്രം ഉണർത്തിയിട്ട് ബഹുമാനപ്പെട്ട വന്യരായ ഖുറത്തു സാദാത്ത് തങ്ങളുടെ ഒരു അനുസ്മരണ നിലക്ക് മാത്രം 1-2 ഫലക്ക ചെന്നിട്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്കെല്ലാം ദ്വാരന്നിട്ട് പിരിയാം. അള്ളാഹു ഞങ്ങളെല്ലാം മജ്‌ലിസ് അള്ളാഹു കബൂല് ചെയ്യട്ടെ. അതുപോലെ തന്നെ മലെല്ല ചെമ്മ കൂടിയോണ്ടിക്കിട് കൃഷിക്കാരെല്ലാം ബില്ല് കങ്കാലായിട്ടുള്ളാറ് എല്ലാവരുടെ ബായിലും എൻ്റെ തോട്ടത്തിൽ രോഗ വന്നിട്ട് അങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് എല്ലാവരുടെ ബായിലും ഉണ്ട്. ആരും ബേജാറാക്കൊണ്ടില്ല. അള്ളാഹു അതിരാട്ടി ഇരട്ടി ഏതെങ്കിലും ഒരു ഖൈറല്ല ഞങ്ങൾക്ക് കണക്കാക്കി തന്നെങ്കിൽ അള്ളാഹു ഞങ്ങളെല്ലാ ബലാല മുസീബത്ത് അപകടങ്ങൾ അള്ളാഹു സലാമത്ത് നൽകുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, മഹാനായ വന്യരായ കൂറത്തങ്ങളുടെ 1ാമത്തെ ആട് നേർച്ച ഉറൂസ് മുഞ്ഞാണ്ട് കഴിഞ്ഞിട്ട് അതോടുകൂടെ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് ചെന്നതുപോലെ ഞങ്ങൾക്ക് വലിയൊരു ബാധ്യത ഉണ്ട്, അക്കടപാടുണ്ട്. കാരണം ഞങ്ങളെ രായത്ത് ഞങ്ങൾക്ക് ഖാലിയായിട്ടും ഞങ്ങൾക്ക് എല്ലാ നിലയ്ക്ക് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു വ്യക്തിത്വമായിട്ട് ബഹുമാനപ്പെട്ട കൂറത്തങ്ങൾ അൽഹംദുലില്ലാ ഞങ്ങളെ എപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ മക്കളെ കാലത്ത് പോലും ഞങ്ങൾക്ക് ചരിത്ര ചെല്ലോകുള്ള ഒരു വ്യക്തിയായിട്ട് ബഹുമാനപ്പെട്ട കൂറത്തങ്ങൾ ചരിത്ര ചെന്നെങ്കിൽ ധൈര്യത്തിൽ ഞങ്ങളെ വിളിച്ചിട്ട് മക്കളിട്ട് ചെല്ലാം. ഞങ്ങളെ റായത്ത് അയാൾ ഖാലിയായ ആൾ ആരും കേട്ടെങ്കിൽ അത് കൂറത്ത് പോയെങ്കിൽ ഉണ്ട്. ആയിരക്കണക്കിൽ ആൾമാർ വന്നിട്ട് സിയാറത്താക്കിടെ വലിയ ഒരു കേന്ദ്ര അതിരുകൾക്ക് കിടക്കിട മഹാനായ ഖുറത്തു സാദാത്ത് ഞങ്ങളെ കുപ്പേട്ടി ജമാഅത്തിൽ ഖാലിയായിട്ട് നിന്ത്, അതുപോലെ ഞങ്ങൾക്ക് എല്ലാ വിഷയത്തിനും നേതൃത്വം നിന്ത്, ഞങ്ങളുടെ ജീവിതകാലത്ത് ഞങ്ങൾക്ക് സമസ്യ പറയുമ്പോൾ പോയോണ്ടിന്ത് ചെല്ലോകുള്ള ഒരു വ്യക്തിത്വമായിട്ടിക്കിട് ഞങ്ങൾക്ക് വലിയൊരു ഭാഗ്യമായിട്ടിക്കിട് മഹാനായ കൂറത്തങ്ങൾ അള്ളാഹു അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. കൂറത്തങ്ങൾ ഞങ്ങളെ പോലെ ഒരു സിമ്പിൾ ആളായിട്ടിക്കിട് എല്ലാവരും ചിരിച്ചോണ്ടും വിഷയാക്കിക്കൊണ്ടും കളിച്ചോണ്ടും പൽക്ക കളിച്ചത് ഫുട്ബോൾ കളിക്കിടല്ല. ഞങ്ങൾ തമാശ പൽക്കരുമ്പോൾ ഞങ്ങളോട്ടും തമാശ കളിക്കും കളിക്കിടുമ്പോൾ അതിന് നാളെ കാരണം ഈ ലൈവ് എന്നുള്ള സാമാനം ഭയങ്കരമായിട്ടിക്കിട്ട് അതിൽ വലിയ പേടിയുണ്ട്. അപ്പം അല്ല കളിക്കിരി എന്ന് ഫുട്ബോൾ കളിക്കല് ഞങ്ങൾ എങ്ങനെ പൽക്കറിയിടുക അതുപോലെ ഒരു പൽക്കർ എല്ലാ നിലക്കും ഒരു സിമ്പിളായ ആളായിട്ടിക്കിട്ട്. പക്ഷേ ഞങ്ങൾ വിചാരിച്ചതുപോലല്ല മൂപ്പര കയ്യിൽ എന്തോ ഒന്നുണ്ടോ ഏതോ ഒന്നുണ്ട് ചെന്നെങ്കിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ സംബന്ധിച്ചിട്ട് മഹാനായ ഗസാലി ഇമാം തങ്ങൾ അവിടുത്തെ യഹ്യാ ഉലൂമുദ്ദീനിൽ ചെല്ലത് ഗസാലി ഇമാം തങ്ങൾ ചെല്ലി അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വലിയ ഒരു നിസ്കാരക്കാരനല്ല. നിസ്കാരക്കാരനെങ്കിൽ 24 മണിക്കൂർ ഇബാദത്ത് നിസ്കാരത്തിൽ കൂടുന്ന ഒരാളല്ല, വലിയ ഒരു നോമ്പുകാരനല്ല മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ. അതിനേക്കാൾ എത്രമാ നോമ്പ് പിടിച്ച ആൾമാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, അതിനേക്കാൾ എത്രമാ ഇബാദത്തെടുത്തങ്ങ് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, അതിനേക്കാൾ എത്രമാ ദിക്റും തസ്ബീഹും ചെന്ന ആൾമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തിമാരെ കൂട്ടത്തിലുണ്ട്. എവിടത്തോളം ചെന്നെങ്കിൽ വലിയ വർഷ പോയിട്ട് ചെമ്മ ഹജ്ജ് ചെയ്ത ആളും ആറല്ല മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളല്ല. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെക്കാൾ ഏറ്റവും ഹജ്ജ് ചെയ്ത എത്ര ആൾമാർ ഉണ്ട്, വർഷ പോയിട്ട് ഹജ്ജ് ചെയ്ത ആൾമാർ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. എങ്കിലും മനസ്സിലാക്കണം, മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ഈമാൻ ലോകമാകെയുള്ള മുഅ്മിനീങ്ങളുടെ ഈമാന് ഒരു തിറാസിൽ വെച്ച് തൂക്കിയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെല്ലത് കണ്ടില്ലേ? അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ഈമാൻ തൊട്ട ലോക മുഅ്മിനീങ്ങളുടെ ഈമാൻ ആയിരക്കണക്കിൽ ഹജ്ജ് ചെയ്തങ്ങ, ആയിരക്കണക്കിൽ നോമ്പ് പിടിച്ചങ്ങ, ആയിരക്കണക്കിൽ ഇബാദത്തെടുത്തങ്ങ, ആയിരക്കണക്കിൽ നിസ്കരിച്ചങ്ങ, സദക്ക കൊടുത്തങ്ങ, എല്ലാരെ ഈമാന്റെ ഒട്ടകാക്കിയിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ഈമാന്റെ ഒരു തിറാസിൽ വെച്ചിക്ക് തൂക്കിയെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ഈമാൻ തൊട്ടാൽ ലോക മുഅ്മിനീങ്ങളുടെ ഈമാൻ എടുക്കുകയില്ല. അപ്പൊ എന്തിനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളൊട്ട് ഉള്ളത് എന്തിന്? നിസ്കാരമാ അല്ല, നോമ്പാ അല്ല, സക്കാത്ത അല്ല, ഹജ്ജ ഒന്നുമല്ല. മഹാനായ ഗസാലി ഇമാം തങ്ങൾ ചൊല്ല് എന്തോ ഒരു വസ്തു ആരെ കയ്യിലുണ്ട്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കയ്യിലുണ്ടോ എന്നതുപോലെ നാ ചെന്നോണ്ടുള്ളത് വന്യരായ ബഹുമാനപ്പെട്ട കൂറത്തങ്ങളെ ഞങ്ങളെ വലിയ ഒരു നേതൃത്വം നേതാവായിട്ടിക്കട് ഞങ്ങൾ കാണുമ്പോ വലിയ സിമ്പിൾ മനസ്സാ, താടിയില്ല, തലകെട്ടില്ല, പച്ചതട്ടയില്ല, അല്ല ചെമ്മ ഒരു നിസ്കാരത്തിൽ ജാവുമ്പോൾ നിസ്കരിക്കുന്ന ഒരാളല്ല, ജാവുമ്പോൾ നോമ്പ് നോക്കുന്ന ആളല്ല, വലിയ ഒരു ഒരു നിരീക്ഷതുപോലെ വലിയൊരു ഇബാദത്തിൽ ഉയർന്ന വ്യക്തിയെന്നും മഹാനായ കൂറത്തങ്ങളല്ല. പക്ഷെ ഞങ്ങളുടെ മനസ്സിലാക്കേണ്ടത് മഹാനായ കൂറത്തങ്ങളെ കയ്യിൽ
എന്തോ ഒരു വിശേഷത ഞങ്ങൾക്ക് ഗൊന്തില്ലാത്ത ഒരു വിശേഷത ആരെ കയ്യിലുണ്ടു? മഹാനായ വന്യരായ കൂറത്തങ്ങളെ കയ്യിലുണ്ടു. അത് സാക്ഷിയായിട്ടിക്കടെ മുഞ്ഞാട് ബഹുമാനപ്പെട്ട കൂറത്തങ്ങളുടെ ആണ്ട് നേരത്തെ ഉറൂസ് നടക്കുമ്പോ വിചാരിക്കാത്ത നിലയ്ക്ക് 4 ഭാഗത്തും ഭയങ്കരമായ മല, മനുഷ്യന്മാർക്ക് അപ്പുറം ഇപ്പുറം പോകോ ആവാത്ത ഒരു അവസ്ഥയിൽ ഏതുവരെ ഞങ്ങളെ റായത്തിൽ ഒരു മരിച്ചെങ്കിൽ ഒരു മയ്യത്ത് കാണുക പോലും മല ജാസ്തിയായെങ്കിൽ പറവും മടിക്കിട ഒരു കാലം, ഒരു സമയം. കാരണം പിന്നെ കണ്ണോക്കുക പോകാ, പിന്നെ മറിച്ചൗത്തുക പോകാണ്ട് എന്നുള്ള ഒരു തീരുമാനം എടുക്കട ഈ ടൈമിലോ മുഅ്മിനീങ്ങളാ കടുത്ത മഴകാലത്ത് നിങ്ങൾ കണ്ടില്ലേ, വിചാരിച്ചതിനേക്കാൾ ഏത് റബത്തിൽ ഏത് നിലയ്ക്ക് അവിടെ മനുഷ്യന്മാർ വന്ന് തിങ്ങിക്കൂടിയിട്ട് ഒന്നില്ല. എന്തിനെ? കൂറത്തങ്ങ ഒരു MP അല്ല, MLA അല്ല, ഒരു അഡ്വക്കേറ്റ് അല്ല, ഒരു എഞ്ചിനീയർ അല്ല, അല്ല റായത്തിൽ ഒരു പ്രധാനമന്ത്രി എന്തോ അല്ല. കാരണം ബഹുമാനപ്പെട്ട കൂറത്തങ്ങളെ കയ്യിൽ ഒരു വിശേഷത ഉണ്ടു. ആ വിശേഷത കൊണ്ടായിട്ട് ആ ഒരു നേതൃത്വം നമുക്ക് കിട്ടിയത്. അതാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ചെന്നത്, കൂറത്തങ്ങളെ സംബന്ധിച്ച് എന്നെ പോലെയല്ല നിന്റെ മകൻ. ആ രൂപത്തിൽ മുഅ്മിനീങ്ങൾ അത്തരമുള്ള ഒരു വ്യക്തിത്വമുള്ള ഒരു നേതൃത്വം ഞങ്ങളുടെ ജീവിതത്തിൽ ഈ സമുദായത്തിന് കിട്ടിയത് അതൊരു വലിയ ഭാഗ്യമായിട്ട് കിടന്നുകൊണ്ട് ചുരുക്കത്തിൽ ചെന്നുകൊണ്ടത് അല്ലാഹു തആല അവിടുത്തെ ദറജ ഏറ്റി കൊടുക്കട്ടെ. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കുടുംബത്തിൽ അല്ലാഹു സലാമത്ത് നൽകുമാറാകട്ടെ. മീനിങ്ങൾ ഞങ്ങളൊക്കെ സലാത്തര മജ്ലിസ് കൂറത്തങ്ങളെ ഏറ്റവും വലിയത് ഞാൻ നെനപ്പാക്കിക്കൊണ്ടുള്ള ഞാൻ ഓർക്ക എത്രമാ വർഷം മുമ്പ് കൂറത്തങ്ങളെ കൂടെ റിയാദ് ഒരാൾ ഒത്തുക്ക് പോയിട്ട് റിയാദിലെ രണ്ടാമത് ഞങ്ങ ഉംറ ചെയ്യോ വേണ്ടിട്ട് മക്കത്ത് പോകുമ്പോ ഞങ്ങ ഗാഡിയിൽ പോയത്, ഫ്ലൈറ്റിലല്ല. അപ്പൊ സാധാരണ ഒരു നാളല്ല യാത്ര ഉണ്ട്, ഒരു 1-1.5 കിലോമീറ്ററിൽ അവിടെ ഉണ്ട്. അങ്ങനെ യാത്ര ചെയ്ത ടൈമിലും നിരന്തരമായി ജാവായിട്ടിക്കിടെ യാത്ര. ഞാനൊരു 2-3 ഗാഡിയിൽ തെച്ച പോലെ വർക്കുണ്ട്. ഞങ്ങളെ പ്രകൃതി അങ്ങനെ ഗാഡിയിൽ തെച്ചെങ്കിൽ അൽഹംദുലില്ലാ വർക്ക് ഗന്തു കുറോടിയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇസാർത്തായിട്ട് നോക്കുമ്പോ വന്യരായ ബഹുമാനപ്പെട്ട കൂറത്തങ്ങള് സലാത്തിന് വലിയ ആളായിട്ട് സലാത്ത് ചെന്നുകൊണ്ടേ ഉണ്ട്. അതിലൊരു പ്രഗതി ഇപ്പൊ നാജുള്ളുണ്ടില്ല, നിങ്ങൾക്ക് സാക്ഷിയായിട്ട് ഒരു മജ്ലിസിൽ വന്നിട്ട് ആളാരും ഇല്ല. ബഹുമാനപ്പെട്ട കൂറത്തങ്ങ വന്നിട്ട് സലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങ വിചാരിക്കട്ടെ ഇപ്പൊ 10ാമത് നിപ്പാട്ട് എന്താണ്, അല്ലെങ്കിൽ ഒരു 31ാമത് നിപ്പാട്ട് എന്താ, അല്ലെങ്കിൽ ഒരു 50ാമത് നിപ്പ 101 അല്ലാതെ സലാത്തിന് തീർത്തൂല. ഇതെല്ലാം നല്ല മുഅ്മിനീങ്ങളുടെ അടയാളാണ്. നല്ല മുഅ്മിനീങ്ങൾക്ക് ഒരുപാട് അടയാളങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ പെട്ടതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവർ. കാരണം ഈ ദുനിയാവിൽ വെച്ചിട്ട് 4 മനുഷ്യന്മാര് മരിക്കും തോളം നല്ല വലണ്ട് പണ്ഡിതന്മാർ ചെന്നിറാർ. എത്ര ആൾമാർ? 4 ആൾമാർ. അത് ഇപ്പൊ ചുരുക്കത്തിൽ ചെന്നോണ്ടുള്ള അതിൽ ഒരു വിഭാഗമായിട്ടിക്കിട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വലാത്തും സലാമും ചെല്ലോകുബേന്മായിട്ട് ബഖീൽ കാട്ടണു. തലക്കോയില്ലല്ലേ? സലാത്ത് ചെല്ലാത്തോണ്ടല്ല, പിന്നെ സലാത്ത് ചെല്ലോകു ബഖീൽ കാട്ടണു. അവണു മരിക്കും തോളം നല്ല വേലണ്ട് ആർജന്തര് മഹാന്മാരായ പണ്ഡിതന്മാർ കിതാബിൽ രേഖപ്പെടുത്തി. അപ്പൊ ബഖീൽ ചെല്ലുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കണം, പൈസ ഇല്ലാത്തവനക്ക് ബഖീലിന്റെ പേര് വേണ്ടില്ല. വേണ്ട, പൈസ ഇല്ലാത്ത കയ്യിൽ എന്തും ഇല്ല, അവനക്ക് എന്ത് കൊടുക്കുകയില്ല, അവനക്ക് പേരെന്തിന്റെ ബഖീൽ. അവന്റെ കയ്യിൽ പൈസ ഉണ്ടോ, അവന് കൊടുക്കില്ലെങ്കിൽ അവനക്ക് എന്തിനു വേണ്ടേ? ബഖീൽ. ഉദാഹരണം ചെന്നെങ്കിൽ പൈസ കീസലുണ്ട്, ഒരു മുസാഫിർ ബന്ത്, അപ്പൊ അവൻ നോക്കിടമേ എത്ര കൊണ്ടു കൊറോടിന് ഏത് നോട്ടുണ്ട്, കൊറോടി അവനക്ക് 500 കൊടുത്തൊന്നും നടക്കില്ല, എന്ത് കൊറോടി ആവില്ല. അയങ്ങ അവൻ തേരത് എത്ര 10 20 അല്ലേ? ഇത് ബഖീൽ. ഈ സ്വഭാവ ബഖീലായിട്ടിക്കിട്. അതല്ല, നല്ലത് കൊടുക്കണോ, അതായിട്ടിക്കിട് മോമിനിങ്ങളുടെ ഈ നിലക്ക് ബഖീൽ. സലാത്തിൽ ബഖീൽ എങ്ങനെ കൊണ്ടുണ്ടാ? സലാത്ത് ചെല്ലോകളെല്ലാം വേദിയുണ്ടു, വ്യവസ്ഥ ഉണ്ടു, സലാത്തുക്ക് പണില്ല. തലക്കൊയ്തെങ്കിൽ ഇപ്പൊ കുപ്പേട്ടങ്ങനെ ബറാത്തങ്ങ് വിചാരിച്ചാറുണ്ടാ? സലാത്തര മജ്ലിസ് ഞങ്ങളെ പള്ളിയിലുണ്ടു, അതുപോലെ മൗലൂദര സദസ് ഞങ്ങൾ ഔത്തുളു നടക്കിട്, ഞങ്ങൾ എല്ലാ രൂപത്തിലും കൂടുക, നല്ല നല്ല ബുർദ മജ്ലിസ് എല്ലാം ഉണ്ട്. പക്ഷെ നക്ക് വേണ്ട, നാണതുകില്ലേ, അതേ ഓണു ബഖീൽ. ചിലപ്പോ ഒഴിവാട്ടുകാരെ ബാണിയാരെ ബിസിനസ്സുകാരെ ജാവും പോലും ഉറക്കില്ലേ, അവന്റെ വിഷയപ്പെടുവാ. അവന് പൈസ ഇല്ലാത്തോണ്ട പോലെ, പൈസ എന്നിട്ട് സദക്ക കൊടുത്തോണ്ട പേര് ബഖീൽ എന്നതുപോലെ ഒരു ഉദാഹരണമായിട്ടിക്കിട് മഹാന്മാർ ചെല്ലത്.
അവനക്ക് സലാത്തുലും സലാമുലും കാല് സലാത്തിൽ മാത്രല്ല സലാത്തും സലാമും രണ്ടും ചെല്ലോകു ബഖീല് കാട്ടോണോകു അവണു ജീവിതത്തിൽ അവന് നന്നാവല്ലേ. അതാണ് മഹാന്മാര് പണ്ഡിതന്മാര് പഠിപ്പാട്ടിയത്. രണ്ടാമത്തേത് ആർക്കൊണ്ടുണ്ട ബാങ്ക് കേൾക്കുമ്പോ അതിക്ക് ജവാബ് കൊടുക്കാത്തോണു അവണു എന്താവല്ലേ ചെല്ലർ പോ നിങ്ങൾ ചൊല്ലു ബാക്കി നിങ്ങൾ പൂർത്തിയാക്കണം. അവനും ജീവിതത്തിൽ നല്ല അവണ് ഇനി ഏത് തങ്ങളെ കണ്ടെങ്കിലും ഏത് ഉസ്താദിനെ കണ്ട് പണ്ഡിതന്മാർ അങ്ങളെ അവന്റെ സംബന്ധിച്ചിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടായി ആറ് ഒന്നു സലാത്തിലെ മജിലിസ് ഉണ്ടോ സലാത്തിലെ സദസ്സുണ്ടോ എല്ലാ മേഖല ഉണ്ടോ ഓണ് സലാത്ത് ചൊല്ലോണു റെഡിയില്ലേ ഓണ് മരിക്കും തൊള്ളോണ് നന്നാവല്ലേ. രണ്ടാമത്തത് ആറ് കൊണ്ടുണ്ട ബാങ്ക് കൊടുക്കുമ്പോ ആ ബാങ്ക് പോലെ മറുപടി കൊടുക്കാണ്ട് അനാവശ്യമായിട്ട് മൊബൈലിലെ വർഗത്തില് അല്ലെങ്കിൽ രൂപത്തിലെ വർഗത്തിൽ ബാങ്ക് ശ്രദ്ധിക്കാണ്ട് മറുപടി കൊടുക്കാത്ത മനുഷ്യ ഞങ്ങളെ കൂട്ടത്തിലുണ്ടോ അവനതാ മരിക്കുന്തോളം നല്ലവലെ. അള്ളാഹു ഞങ്ങളെ കാക്കട്ടി. സുബ്ഹാനല്ലാഹ്. ഞങ്ങൾക്ക് ബാങ്ക് കൊടുക്കട്ടെ ടൈമുള്ളൂ. ഫോണ് പണ്ട് ചില ഔത്തുള്ള ചില പെണ്ണിങ്ങ ഉള്ളാർ ടിവിയുടെ ഏതുള്ള തെച്ചിട്ടിക്കിട് സലാത്ത് കിതാബ് പിടിച്ചു. സലാത്ത് കിതാബ് എന്തിരെ പണ്ടുള്ള മഗ്‌രിബിൽ പിന്നെ പിടിച്ചോണ്ടിരുന്നത് കഞ്ചുൽ അർസ്, നൂറുൽ ഈമാന്, അതുപോലെ പല ഏടുകളെല്ലാം ഇന്ന്. ഇപ്പൊ സലാത്ത് കിതാബ് ഏത് വന്നിട്ടുണ്ട് ആ റിമോട്ട് അതിൽ പിടിച്ചിട്ട് നമ്മുടെ അമേരിക്ക കാണ്ട്, ലണ്ടൻ കാണ്ട്, ഈജിപ്റ്റ് കാണ്ട്, എല്ലാം കാണ്ട്, എല്ലാം ഉള്ള കെട്ട് കാണ്ട്. അതിനെ പിടിച്ചിട്ട് ബാങ്ക് മുട്ട് കേടുത്തുണ്ടായെങ്കിൽ അപ്പോൾ ഓഫാക്കണം. ഏത് ടി വി ഓഫാക്കിടല്ല, പിന്നെ സൗണ്ട് മാത്രം ആപ്പാക്കട്ടെ. ഓളൊരു വലിയൊരു ബൊമ്പത്തി അവിടെ ഞാൻ വലിയൊരു നല്ല ആളിട്ട് അതല്ല ബന്ധാക്കണ്ട. ഇടി ബന്ധാക്കണോ ബന്ധാക്കിയിട്ട് നീ എന്താക്കണോ അള്ളാഹുടെ വിളി, അള്ളാഹുടെ ദിക്ർ, അള്ളാഹുടെ തക്ബീർ അത് പള്ളിയിൽ കേൾക്കുമ്പോ മോനെ നീ ചൊല്ലണം അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ ചൊല്ലുമ്പോ നിന്റെ ബായിലും അല്ലാഹു അക്ബർ പറഞ്ഞു. അത് ആണിങ്ങക്ക് മാത്രല്ല പെണ്ണിങ്ങക്കും ചൊല്ലണോ. ചില ഉമ്മമാരുണ്ട് ഞങ്ങൾക്ക് കാമത്തില്ലല്ലേ, ഞങ്ങൾക്ക് വലിയ ബാങ്ക് കൊടുക്കൊണ്ടില്ലല്ലേ, അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ ഉമ്മമാരുണ്ടെങ്കിൽ ഉമ്മമാരോട്ട് ഞാൻ ചെന്നുകൊണ്ടുള്ളത് നിങ്ങൾ ചിന്തിക്കണോ. പണ്ട് കാലത്ത് ഞങ്ങളെ ഉമ്മമാര് ഹിരിയങ്ങ സുബ്ഹാനല്ലാഹ് ബാങ്കിയുടെ ശബ്ദം കേൾക്കുമ്പോ അങ്ങനെ ഒരു അച്ചടക്ക എന്തിരി തലയിൽ ലേസില്ലെങ്കിൽ ലേസിയുടെ ഒരു അച്ചടക്ക സുബ്ഹാനല്ലാഹ് ഏതെങ്കിലും വേറെ സ്വരത്തിൽ നിന്നെങ്കിൽ റെഡിയായിട്ട് ബാങ്കിയുടെ ഉത്തര കൊടുക്കുക ദക്കിയുടെ ഒരു സന്ദർഭ പണ്ട് കാലത്തല്ല ഇന്നാറ്. അതുകൊണ്ട് അങ്ങ് മരിക്കുമ്പോ രക്ഷപ്പെട്ടാര് ഉമ്മാ അതേ ഒരു സ്വഭാവം നക്കിന്നെങ്കിൽ നീന് നല്ലായിട്ടില്ലെങ്കിൽ നീ മരിക്കും തോള നീ നല്ലവാലട്ട് മഹാന്മാരായ പണ്ഡിതന്മാര് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തന്നൊരു. മൂന്നാമത്തെ വിഭാഗം അയ്യോ ബണ്ട് വാറ് ചെല്ലാമാട്ടല്ലേ അല്ലേ അയ്യോ ഇൻഷാ അല്ലാഹ്. അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മളെല്ലാവരും സന്തോഷത്തിലാകട്ടെ. എന്തിന് മുറാദ് ഹാസിലാവ് വേണ്ടിയിട്ടും എല്ലാ കാര്യത്തിലും പെണ്ണിങ്ങല്ല പല സംഭവമല്ല തന്നിറാറ്. അള്ളാഹു എല്ലാം ബർക്കത്തിലാക്കി തീർക്കുമാറാകട്ടെ. അതുപോലെ ഞങ്ങളെ ജമാഅത്തിൽപ്പെട്ട അധ്യക്ഷർ നേതൃത്വത്തിലുള്ള ഒരു 10-18 ആൾ അജ്മീർക്ക് പോണ്ട് ഖാജ തങ്ങളെ ദർബാർക്ക് അങ്ങനെ യാത്രയിൽ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതുപോലെ അവിടെ ദ്വാരക്കുമ്പോൾ ഞങ്ങളും നെനപ്പിൽ അള്ളാഹു കൂട്ടവും അങ്ങനെ കൽബുലും ഞങ്ങളെ ഓർമ്മ പറകും അള്ളാഹു ഇട്ട് കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഈ മജ്ലിസിൽ ചെമ്മ ആൽമാർ ദ്വാർക്ക് വസിയത്താക്കിയുള്ളാറ്, സംഭാവന തന്നങ്ങളുള്ളാറ്, പല നേർച്ച വെച്ചങ്ങളുള്ളാറ്, കാലി സ്വലാത്തര മജ്ലിസ് മാത്രം ആശ്രയായിട്ട് എന്തെങ്കിലും ഔത്തുൽ സമസ്യ പറയുമ്പോൾ, എന്തെങ്കിലും ഒരു സീക്ക് പറയുമ്പോൾ, എന്തെങ്കിലും ഒരു ബേജാറ് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ് പള്ളിയിൽ സ്വലാത്ത് നടക്കണം, അത് എന്തെങ്കിലും കൊടുക്കുക, എന്തെങ്കിലും നിയത്താക്ക എന്ന നിലക്ക് പലരും ഇവിടെ ദുആർക്കോ ഏൽപ്പിച്ചങ്ങുള്ളാറ്. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആക്കുകൊണ്ട് എല്ലാ നിലക്കുള്ള ഖൈർ അല്ലാഹു ചൊരിച്ചു തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم إنا نسألك ونتوجه إليك بحبيبك مصطفى عندك يا حبيبنا يا سيدنا محمد يا رسول الله. إنا نتوسل بك إلى ربك فاشفع لنا عند المولى العظيم يا نعم الرسول الطاهر المطهر. اللهم شفيه فينا بجاه عندك
അർഹമുർ-റഹീമീനായ മലിക്കുൽ ജബ്ബാറായ യജമാനനായ രാജസയ്യിദായ അല്ലാഹ്, ഞങ്ങൾ പാവങ്ങളാണ് അല്ലാഹ്, ഞങ്ങൾ സാധുക്കളാണ് അല്ലാഹ്, ഞങ്ങൾ വിവരമില്ലാത്തവരാണ് അല്ലാഹ്, ഞങ്ങൾ ജാഹിലീങ്ങളാണ് അല്ലാഹ്, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ് അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങളെ നീ കുടുക്കിക്കളയല്ല അല്ലാഹ്, ഞങ്ങളെ നീ നാണക്കെടുത്തി കളയല്ല അല്ലാഹ്, ഞങ്ങളെ നീ ഫളിയത്താക്കി കളയല്ല അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങളെ നിന്നോട് അറക്കുന്നത് നിന്റെ പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് അല്ലാഹ്. നിന്റെ മഹാന്മാരായ ഔലിയാക്കന്മാർ അമ്പിയാക്കന്മാർക്ക് ഒരുപാട് റഹ്മത്തിന്റെ വഴികൾ തുറന്നു കൊടുത്ത മാസമാണ് അല്ലാഹ്. അതുപോലെ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ബഹുമാനമുള്ള സലാത്തിന്റെ മജ്ലിസിലാണ് അല്ലാഹ്, നിന്റെ ഭവനമായ പള്ളിയിലാണ് അല്ലാഹ്, അതുപോലെ തന്നെ ബഹുമാനമുള്ള രാത്രിയിലാണ് അല്ലാഹ്. ഒരുപാട് ദീനിന്റെ ഖാദിമീങ്ങളായ മുത്തഅല്ലിമീങ്ങൾ അടക്കമുള്ള മജ്ലിസാണ് അല്ലാഹ്. നീ ഞങ്ങളെ കബൂൽ ചെയ്യണമല്ലാഹ്, നീ ഞങ്ങളെ സ്വീകരിക്കണമല്ലാഹ്. ഒരുപാട് പ്രയാസമുള്ളവരുണ്ട്, ഒരുപാട് ദ്വാരക്കാൻ വസിയത്ത് ചെയ്തവരുണ്ട്, സംഭാവനകൾ തന്നവരുണ്ട്, നേർച്ച വെച്ചവരുണ്ട്. യാ അല്ലാഹ്, ഈ പള്ളിയുടെ തുടക്കം മുതൽ ഇന്ന് വരെ സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്. അല്ലാഹ്, ഞങ്ങളെ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം ഏറ്റെടുത്തവരുണ്ട്, ഇവിടെ ദീനിയായ പ്രവർത്തനത്തിന് സഹായിച്ചവരുണ്ട്, ഉസ്താദന്മാർക്ക് ഭക്ഷണം നൽകുന്നവരുണ്ട്. അല്ലാഹ്, ഞങ്ങളെ ഉമ്മ പെങ്ങന്മാരിലുണ്ട് അല്ലാഹ്, അവരെയും ഞങ്ങളെയും നീ കഷ്ടത്തിലാക്കല്ല അല്ലാഹ്, ഞെരുക്കത്തിലാക്കല്ല അല്ലാഹ്, കൈകാട്ടി ഇറക്കുന്ന ജീവിതം നീ നൽകല്ല അല്ലാഹ്, ഫക്കീർ തരത്തിലാക്കല്ല അല്ലാഹ്. ഞങ്ങളെ മഈശത്ത് നീ നന്നാക്കണമല്ലാഹ്, ഞങ്ങളെ റിസ്ക് നീ വിശാലത നൽകണമല്ലാഹ്. യാ റഹ്മാൻ യാ അല്ലാഹ്, മഴ കൂടിയതിൻ്റെ പേരിൽ അല്ലാഹ് ഞങ്ങൾക്ക് മഈശത്തിന് ആധാരമായി ഞങ്ങളെ കൃഷികൾ റബ്ബേ പല സ്ഥലത്തും രോഗം ബാധിച്ച് കൃഷികൾ നഷ്ടപ്പെട്ടു പോകുന്ന വല്ലാത്ത ഖേദകരമാണല്ലോ. യാ അല്ലാഹ്, നിന്റെ വിധിക്ക് ഞങ്ങൾ എതിരല്ല, നിന്റെ തീരുമാനത്തിന് ഞങ്ങൾ എതിർക്കുന്നവരല്ല. എങ്കിലും അല്ലാഹ്, ഞങ്ങൾക്ക് 100 കണക്കിലുള്ള ഖൈറുകൾ നീ തുറന്നു തരണമല്ലാഹ്. ഞങ്ങളെ മഈശത്ത് നീ നന്നാക്കണമല്ലാഹ്, ഞങ്ങളെ റിസ്ക് നീ വിശാലത നൽകണമല്ലാഹ്. യാ അല്ലാഹ്, പടച്ചവനെ കൃഷി ചെയ്യുന്നവരുണ്ട് റഹ്മാനെ, വാഹനം ഓടിക്കുന്നവരുണ്ട് റഹ്മാനെ, അതുപോലെ ഹോട്ടൽ ബിസിനസ് ചെയ്യുന്നവരുണ്ട് അല്ലാഹ്, കച്ചവടം ചെയ്യുന്നവരുണ്ട് അല്ലാഹ്. നീ ബർക്കത്ത് നൽകണമല്ലാഹ്, ലാഭം ഏറ്റി കൊടുക്കണമല്ലാഹ്. അർഹമുർ-റഹീമീനായ അല്ലാഹ്, ഒരുപാട് രോഗമുള്ളവരുണ്ട്, ദുആരിക്കാൻ വസിയത്ത് ചെയ്തവരുണ്ട്, ഞങ്ങളെ കൈപിടിച്ച് കരഞ്ഞവരുണ്ട് അല്ലാഹ്, ഞങ്ങളെ കൊണ്ട് മന്ത്രിപ്പിച്ചവരുണ്ട്, ഈ സ്വലാത്ത് മജ്ലിസിന് നേർച്ച കൊടുത്തവരുണ്ട്, ദുആരിക്കാൻ പറഞ്ഞവരുണ്ട് അല്ലാഹ്. ഞങ്ങളിലുണ്ട്, ഞങ്ങളെ ഉമ്മ പെങ്ങന്മാരിലുണ്ട്, ഞങ്ങളെ നാട്ടിലുണ്ട്, ഞങ്ങളെ കുടുംബത്തിലുണ്ട്, ഞങ്ങളെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടവരിലുണ്ട്. യാ അല്ലാഹ്, എന്ത് രോഗമുണ്ടെങ്കിലും നീ ശിഫ നൽകണമല്ലാഹ്, ആഫിയത്തിലാക്കണമല്ലാഹ്, ആരോഗ്യത്തിലാക്കണമല്ലാഹ്. നീ ഞങ്ങളാരെയും കിടത്തത്തിലാക്കല്ല റഹ്മാനെ, വിരിപ്പിൽ മൂത്രിക്കുന്ന കാഷ്ടിക്കുന്ന നിലക്കുള്ള രോഗം നൽകല്ല റഹ്മാനെ. രോഗിയായുള്ള ഒരു ജീവിതം നീ ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. അർഹമുർ-റഹീമീനായ അല്ലാഹ്, കെട്ടിച്ചു കൊടുക്കാൻ പെൺമക്കളുള്ളവരുണ്ട്, പെങ്ങന്മാരുള്ളവരുണ്ട്, ഖൈറായ ഭർത്താക്കന്മാരെ നീ നൽകണമല്ലാഹ്, സ്വാലിഹായ പുതിയ പളന്മാരെ നീ നൽകണമല്ലാഹ്. അതിൻ്റെ ഇടയിൽ വലിയ ഒരു സങ്കടമാണ്, ഒരുപാട് പെൺമക്കളതാ ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാവാതെ തലാക്കായി വീട്ടിലിരിക്കുന്നവരുണ്ട് അല്ലാഹ്. അവർക്ക് നീ ഖൈറായ ഭർത്താക്കന്മാരെ നീ നൽകണമല്ലാഹ്. അതുപോലെ ഒരുപാട് ദമ്പതികൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇൽഫത്തില്ലാതെ സ്നേഹമില്ലാതെ കഴിഞ്ഞുകൂടുന്നവരുണ്ട് അല്ലാഹ്. ഈ രംഗം കണ്ട് ദുഃഖിതരായ മാതാപിതാക്കളുണ്ട് അല്ലാഹ്. അവരുടെ ഇടയിൽ നീ സ്നേഹം ഇട്ട് കൊടുക്കണമല്ലാഹ്, പിരിശപ്പാടിട്ട് കൊടുക്കണമല്ലാഹ്.
യാ അല്ലാ ഞങ്ങളെ മക്കളെ നീ സ്വാലിഹായ മക്കളാക്കണമല്ലോ. അർഹമുറാഹിമീനായ അല്ലാഹ്, നമ്മളിവിടെ ചൊല്ലിയ സ്വലാത്തുകൾ, ദിക്റുകൾ, ഇസ്തിഗ്ഫാറുകൾ, ഇതിൻ്റെ ഒരു ഭാഗം മഹാനായ കൂറത്തങ്ങളെ ദർബാറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണമല്ലോ. അവിടുത്തെ പൊരുത്തം നീ ഞങ്ങൾക്ക് നിലനിർത്തണമല്ലോ. അവിടുത്തെ മദത് നീ ഞങ്ങൾക്ക് നിലനിർത്തണമല്ലോ. അർഹമുറാഹിമീനായ അല്ലാഹ്, പടച്ചവനെ ഇന്ന് ഭക്ഷണത്തിൻ്റെ ഏർപ്പാട് ചെയ്തവർ, അതുപോലെ പലരും ദുആർക്കാൻ സംഭാവന തന്നവർ, അല്ലാഹ് പലരും മരണപ്പെട്ടു പോയവരുണ്ട് റബ്ബേ. മാതാപിതാക്കളിലുണ്ട്, കൂട്ടുകുടുംബത്തിലുണ്ട്, സ്നേഹിതന്മാരിലുണ്ട്, ഈ പള്ളി പരിസരത്ത് മരിച്ചു കിടന്നവരിലുണ്ട്. അല്ലാ, ഈ മജ്ലിസിന്റെ ബർക്കത്ത് അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണമല്ലാ. അവരുടെ ഖബർ നീ സ്വർഗ്ഗത്തോപ്പാക്കണമല്ലാ. സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കണമല്ലാ. അല്ലാ, ഇങ്ങനെയുള്ള മജ്ലിസ് വരുമ്പോൾ ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തത്, ഞങ്ങളെ മജ്ലിസിൽ വന്ന് ഇരിക്കുന്ന പലരും, നമ്മളെ സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് വരുന്ന പല ഉമ്മമാരും പലരും മരണപ്പെട്ടു പോയവരുണ്ട്. അല്ലാ, അവരെല്ലാവരുടെ ഖബർ നീ സ്വർഗ്ഗത്തോപ്പാക്കണമല്ലാ. യാ റഹ്മാനു യാ അല്ലാ, ഞങ്ങളെ എല്ലാ ആഫത്ത്, മുസീബത്ത്, ബലാല്, അപകടങ്ങളിൽ നിന്ന് നീ സലാമത്ത് നൽകണമല്ലാ. ഞങ്ങളെ നാട്ടിലേക്ക് നിന്റെ റഹ്മത്ത് ചൊരിക്കണമല്ലാ, ബർക്കത്ത് ചൊരിക്കണമല്ലാ, ഐശ്വര്യം നിലനിർത്തണമല്ലാ. യാ അല്ലാ, എല്ലാ ആഫത്തുകളിൽ നിന്ന് നീ സലാമത്ത് നൽകണമല്ലാ. അല്ലാ, ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കണമല്ലാ. ഞങ്ങളെ മരണം നല്ല മരണമാക്കണമല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറിൽ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم صلى الله عليه وسلم. اللهم صل على محمد يا رب صل. لا إله إلا الله محمد رسول الله اللهم رب العالمين شفاعته الله